പാട്ടല്ല വേണ്ടേ, മലയാളം പാട്ടിന്റെ അന്താക്ഷരി കളിക്കാൻ. മലയാളം പാട്ടിന് അന്താക്ഷരി. മലയാളം പാട്ട് കൊണ്ടുള്ള അന്താക്ഷരി കളിക്കാം. നല്ല ആശയം. മലയാളം പാട്ടുകൾ ഉപയോഗിച്ച് ആദ്യത്തെ പാട്ട് ഞാൻ പാടാം. കണ്ണാന്തളി പൂക്കൾ പറിച്ചൊരു മാല കോർത്തു. ലായിലാണ് അവസാനിക്കുന്നത്. ലായിൽ തുടങ്ങുന്ന ഒരു പാട്ട് നിങ്ങൾ പാടൂ. ലായിൽ തുടങ്ങുന്ന ഒരു പാട്ട് ഞാൻ പാടാം. ലാവലിൻ പദ്ധതിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് രാഷ്ട്രീയമായ ഒരു വിഷയമാണോ? അന്താക്ഷരിയിൽ ഇപ്പോൾ നമ്മൾ ലായിലാണ് നിൽക്കുന്നത് അല്ലേ? ലായിൽ തുടങ്ങുന്ന ഒരു പാട്ട് ഞാൻ പാടാം. ലാവലിൻ പദ്ധതിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് രാഷ്ട്രീയമായ യായിലാണ് അവസാനിക്കുന്നത്. യായിൽ തുടങ്ങുന്ന ഒരു പാട്ട് നിങ്ങൾ പാടൂ. സിനിമാ പാട്ട് കൊടുക്കുന്നത്. യായിൽ തുടങ്ങുന്ന ഒരു പാട്ട്. മലയാള സിനിമാ പാട്ടുകൾ വെച്ചിട്ട് നമുക്ക് അന്താക്ഷരി കളിക്കാം. അത് കൊള്ളാം. നല്ല ആശയം. മലയാളം പക്ഷേ ഒരു കണ്ടീഷൻ. പാട്ടിന്റെ ആദ്യത്തെ അക്ഷരം മാത്രമേ പാടാൻ പാടുള്ളൂ. റെഡി? തുടരും. കൊള്ളാം. എന്താണ് കണ്ടീഷൻ? രസകരമായ ഒരു കളിയായിരിക്കും ഇത് അല്ലേ? കണ്ടീഷൻ ഇതാണ്: പാട്ടിന്റെ ആദ്യത്തെ അക്ഷരം മാത്രമേ പാടാൻ പാടുള്ളൂ. റെഡി? തുടരും. കൊള്ളാം. രസകരമായ ഒരു കണ്ടീഷൻ. ഞാൻ തയ്യാർ. നമുക്ക് തുടങ്ങാം. ശരി, എന്നാ നമുക്ക് തുടങ്ങാം. ഞാൻ പാടാൻ പോകുന്ന പാട്ടിന്റെ ആദ്യത്തെ അക്ഷരം മ. മ. ഇനി നിങ്ങൾ. ശരി, ഞാൻ പാടാം. രാ രാ രാപ്പാടി പാടും. മായിലാണ് അവസാനിക്കുന്നത്. മായിൽ തുടങ്ങുന്ന ഒരു പാട്ട് നിങ്ങൾ പാടും. മഴവിൽ കൊതുമ്പിൽ ഞാൻ തുഴഞ്ഞു വന്നു. മായിൽ അവസാനിക്കുന്ന പാട്ടാണ് ഞാൻ പാടിയത്. ഇനി നിങ്ങൾ. ഞാൻ പാടാം. മല്ലികെ മല്ലികെ. ഗായിലാണ് അവസാനിക്കുന്നത്. ഗായിൽ തുടങ്ങുന്ന ഒരു പാട്ട് നിങ്ങൾ പാടും. ഗാനം കേട്ടു മതിയായില്ല ട്ടോ. ഗായിൽ അവസാനിക്കുന്ന പാട്ടാണ് ഞാൻ പാടിയത്. ഇനി നിങ്ങൾ. ശരി, പാട്ട് കേട്ട് മതിയായില്ലെങ്കിൽ നമുക്ക് തുടരാം. ഞാൻ പാടാം. ഗാനം കൈവരും. മായിലാണ് അവസാനിക്കുന്നത്. മായിൽ തുടങ്ങുന്ന ഒരു പാട്ട് നിങ്ങൾ പാടും. ആദ്യത്തെ വേർഡ് മാത്രമേ പറയുള്ളൂ. അതാ അതിന്റെ റൂള് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ കണ്ടീഷൻ അതാ. ഇത് ഡയറക്റ്റ് അങ്ങോട്ട് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. അപ്പൊ കണ്ടീഷൻ പ്രകാരം പാട്ട് പാടി. അപ്പൊ ഇത് ചിന്തിച്ചതാലോചിക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടീഷൻ ഇട്ടത് നിന്റെ സെറ്റ് ചെയ്യാൻ പറ്റൂല. മുഴുവൻ സെറ്റ് ചെയ്യാം. സെറ്റിംഗ്സ് ഉണ്ട്. വോയിസ് സെറ്റിംഗ്സ് എല്ലാം ഉണ്ട്.